ധർമ്മസ്ഥലയിലെ ഇന്നും തിരച്ചിൽ നടത്തുന്നുണ്ട്. റോഡിനോട് ചേർന്നുള്ള 9-10 പോയിന്റുകളിലാണ് ഇന്നത്തെ കുഴിയെടുത്തുള്ള പരിശോധന നടക്കുക. നേത്രാവതി പുഴയുടെ തീരത്ത് നിന്നും അകലെയായതിനാൽ തന്നെ ഇവിടെ കൂടുതൽ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് സാക്ഷിയുടെ അവകാശവാദം. നമുക്ക് സരീഷ് പിക്കോട് ചോദിക്കാം, എന്താണ് നിലവിലെ ഈ ധർമ്മസ്ഥലയിലെ സാഹചര്യമെന്ന്. സരീഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നടത്തിയ പോയിന്റുകളിലൊന്നും ഇന്നലെ 7-8 നിന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്നത്തെ പരിശോധന ഏറെ നിർണായകമാണല്ലേ? സേതു, ഗുഡ് മോർണിംഗ്. ഇനിയുള്ള ഭാഗങ്ങൾ, അതായത് നേത്രാവതി പുഴയ്ക്ക് അപ്പുറത്തേക്ക് കാടിലേക്ക് എത്തുമ്പോഴുള്ള ഭാഗങ്ങൾ ഏറ്റവും സുപ്രധാനമാണ് എന്നുള്ളതാണ് സാക്ഷി ആദ്യം മുതൽ പറഞ്ഞിരുന്നത്. ഈ 6-ാം പോയിന്റിൽ പോലും സാക്ഷി അത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം ഈ 2019 പ്രളയമുണ്ടായപ്പോൾ, 2018-19 പ്രളയമുണ്ടായപ്പോൾ ഒരു പക്ഷേ മണ്ണെടുത്ത് പോയിട്ടുണ്ടാകാം എന്നൊക്കെയുള്ളൊരു സംശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും 6-ാം പോയിന്റിൽ നിന്നും അത്രത്തോളം അസ്ഥികൂടം ലഭിച്ചു. അതോടൊപ്പം തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ, അതായത് 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നേത്രാവതി പുഴയോട് ചേർന്നുള്ള ഭാഗങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ നിന്ന് അസ്ഥികൂടം ലഭിക്കുമോ എന്നൊരു സംശയം അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് നേത്രാവതിക്കും സ്നാനഘട്ടത്തിനും നടുവിലുള്ള റോഡിനോട് ചേർന്നുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും അസ്ഥികൂടങ്ങൾ നിർബന്ധമായും ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അഭിഭാഷകരുമായൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത്, ഇനിയുള്ള ഭാഗങ്ങളിൽ നിർബന്ധമായും ഉണ്ടാകും, മൃതദേഹങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി പരിശോധിക്കാനുള്ളത് 9-10 ഭാഗങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത്. കാരണം 9 എന്ന് പറയുന്നത് ഈ പുഴയിൽ നിന്നും മാറി, റോഡിൽ നിന്നും അല്പം മാറി കാട്ടിലേക്കാണ്. ആ കാട്ടിലാണ് 9-ാം ഭാഗമുള്ളത്. 10 എന്ന് പറയുന്നത് അല്പം കൂടി റോഡിനോട് ചേർന്നുള്ള ഭാഗമാണ്. ആ സമയത്ത് കുഴിച്ചിടുമ്പോൾ ഇത്രത്തോളം വീതിയുള്ള റോഡല്ല, അല്പം കൂടി ചെറിയ റോഡായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകൾ പോവാത്ത വഴിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ പോലും അല്പം മാറി, അതായത് റോഡിൽ നിന്നും അല്പം മാറിയുള്ള ഭാഗത്താണ് കുഴിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും 9, 10, 11, 12 ഈ പോയിന്റുകളാണ് ഏറ്റവും നിർണായകമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ 13-ാമത്തെ പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഉള്ളത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ 13-ാമത്തെ മൃതദേഹം എന്ന് പറയുന്നത് വീണ്ടും പുഴയോട് ചേർന്നുള്ള ഭാഗമാണ്. നേരത്തെ ഒരു മാലിന്യ സംസ്കരണ സ്ഥലമായിരുന്നു. ഈ സ്നാനഘട്ടത്തിലൊക്കെ കൊണ്ടുവരുന്ന വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ ഈ വേസ്റ്റും ഉൾപ്പെടെയുള്ളവ നിക്ഷേപിക്കുകയും അവിടെ നിന്ന് കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമായിരുന്നു. പക്ഷേ അതിന് തൊട്ട് സമീപത്താണ് കുഴിയെടുത്ത് മൃതദേഹങ്ങൾ, ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചതും അവിടെയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെയും ഈ പ്രളയം ബാധിച്ച സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനാകും എന്നൊരു സംശയം അവർക്കുണ്ട്. പക്ഷേ ഇനി ശേഷിക്കുന്ന, അതായത് 9 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ നിർണായകമാണ് എന്ന് പറയുന്നു. ആ ഭാഗത്തേക്കാണ് ഇനിയുള്ള പരിശോധന നടക്കാൻ പോകുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമായ പരിശോധനകൾ കൂടി ഇന്നലെയും ഇന്നുമായി നടക്കുന്നുണ്ട്. അത് 6-ാം പോയിന്റിൽ ലഭിച്ച അസ്ഥികൂടവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ കാലപ്പഴക്കം, അതോടൊപ്പം തന്നെ അസ്ഥി എല്ലാ ഭാഗങ്ങളും ഈ പുരുഷൻ്റേതാണോ ഒരാളുടേത് തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരേണ്ടത്. അത് ഇന്ന് ബാംഗ്ലൂരിൽ നിന്നും റിപ്പോർട്ട് ലഭിക്കും എന്ന സൂചന ലഭിക്കുന്നുണ്ട്. അതായത് ഈ പുരുഷൻ്റേതാണ് എന്ന് പ്രാഥമികമായി കണ്ടെത്തിയിരുന്നെങ്കിൽ പോലും എല്ലാം ഒരാളുടേതാണോ, അതോടൊപ്പം തന്നെ പല്ല്, താടിയല്, ഈ താടിയലിൻ്റെയും തുടയലിൻ്റെയും ഭാഗം കണ്ടാണ് ഇത് പുരുഷൻ്റേതാണ് എന്ന് ഈ SIT ടീമിനോടൊപ്പമുള്ള സംഘം സ്ഥിരീകരിച്ചത്. പക്ഷേ അതെല്ലാം തന്നെ ഒരേ ജനുസിൽപ്പെട്ടതാണോ അല്ലെങ്കിൽ ഒരേ വ്യക്തിയുടേതാണോ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയാണ്, അതോടൊപ്പം ഇതിന് കാലപ്പഴക്കം, അതായത് ഈ അസ്ഥികൂടത്തിൻ്റെ കാലപ്പഴക്കം എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ SITക്ക് റിപ്പോർട്ട് ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ DNA സാമ്പിളുകൾ കൂടി അവർ ശേഖരിക്കും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം, ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. 2 ഘട്ടത്തിലാണ്. ഒന്ന് അസ്ഥികൂടത്തിൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ഈ 9, 10 ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കുഴിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഏറ്റവും നിർണായകമായ ഒരു പരിശോധനയിലേക്കാണ് ധർമ്മസ്ഥലയിൽ SITയും സാക്ഷിയും ഇന്ന് കടക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ സരീഷ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇന്ന് കൂടുതൽ ഈ അവശിഷ്ടങ്ങൾ, ശരീരാവശിഷ്ടങ്ങൾ, മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത ഏറെയാണ്. സാക്ഷിയും അതേപോലെ പറയുന്നുണ്ട് 9, 10 പോയിന്റുകളൊക്കെ നിർണായകമായിരിക്കുമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും ഇന്ന് ഈ പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയുക എന്ന്.